നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇന്നത്തെ ദിവസം മറ്റുള്ളവരുമായിട്ട് ചെറിയ ചെറിയ മത്സരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ ഒക്കെ അത്തരമൊരു സാഹചര്യം പലർക്കും വന്ന് ചേർന്നേക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭയക്കേണ്ടതില്ല. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ അവിടെ ശാന്തമായിട്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക, മറ്റുള്ളവരെ എതിർത്ത് നിൽക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. ക്ഷമയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സമയം പലർക്കും ശാന്തതയും സന്തോഷവും നിറഞ്ഞ ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ തർക്കങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അതിനെയൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷത്തോടെ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സമാധാനവും സംതൃപ്തിയും ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ അല്ലെങ്കിൽ സ്വന്തം ശക്തിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലും ആത്മവിശ്വാസവുമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ചിലർക്ക് ഇന്നത്തെ ദിവസം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ മറ്റു പലർക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ സമയമാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലും സന്തോഷം നൽകാത്ത ഏതോ ഒരു കാര്യത്തെ വിട്ട് കളയാനായിട്ട് പലരും തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ വിട്ട് കളയാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലി വിട്ടുകളഞ്ഞ് പുതിയ വഴി കണ്ടെത്തണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നതാവാം. അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ എന്തെങ്കിലും ശീലങ്ങളിലോ രീതികളിലോ ഇന്ന് നിങ്ങൾക്ക് വലിയ താല്പര്യം തോന്നുന്നില്ലായിരിക്കാം. അപ്പോൾ അതിനെ വിട്ടുകളഞ്ഞ് പുതിയ കാര്യത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതുമാവാം. അപ്പോൾ അത്തരത്തിൽ എന്തോ ഒരു കാര്യം ഒരു കാലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു, എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അതിനാൽ തന്നെ അതിനെ വിട്ട് കളയാനായിട്ട് പലരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഒരു കാലത്ത് അത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു വിട്ടുകളയൽ ഒരിക്കലും ഒരു തോൽവിയല്ല, മറിച്ച് പുതിയ സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള ഒരു വഴി ഒരുങ്ങുന്നതാണെന്നാണ്. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വന്ന് ചേരാനായിട്ട് ചിലത് വിട്ട് കളയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ട് കളഞ്ഞ് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ ഇന്നത്തെ ദിവസം പലർക്കും ചില ഉത്തരവാദിത്തവും നിയന്ത്രണവുമൊക്കെ നിറഞ്ഞതാണെന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ ഒക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ അവിടെ ആ ഒരു സാഹചര്യത്തെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ മറുപടിയോ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളോ ഒക്കെ കാത്തിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനുള്ള
സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവുമൊക്കെ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പലർക്കും ഏറെ നാളായിട്ട് നിങ്ങൾ കാണാതിരുന്ന ഏതെങ്കിലും വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ടുള്ള ഒരു സൗഹൃദം പുതുക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞതാണെന്നാണ് കാണുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ ശാന്തതയും നിയന്ത്രണവുമൊക്കെ ഉണ്ടാവുന്നതാണ്. ഏത് സാഹചര്യത്തെയും സമാധാനത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഈ ഒരു സമയം പലർക്കും വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. കാര്യങ്ങളെ കൃത്യമായിട്ട് ചിന്തിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പണം സമ്പാദിക്കണമെന്ന ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അനാവശ്യമായിട്ട് പണം ചിലവാക്കാതെ അത് സൂക്ഷിച്ച് വെക്കണമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയും കഴിവുകളും തിരിച്ചറിയാനും ഉപയോഗിക്കാനുമൊക്കെയുള്ള ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ പല കഴിവുകളുമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അത്തരം കഴിവുകളെ തിരിച്ചറിയാനും ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഈ ഒരു സമയം തന്നെ അതിനുവേണ്ടി ഒരു തുടക്കം കുറിക്കുക എന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം അതിനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിച്ച് ഭയപ്പെടാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിൽ വിശ്വാസവും ശ്രദ്ധയും വെച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അവിടെ ഫലവും പോസിറ്റീവായിട്ട് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.